അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു തന്നത്? മടി മടി. അതെ, എന്താണ് പേരെന്നായിരുന്നു? ശാന്തൻ. ഈ പേരൊന്ന് മാറ്റിയിട്ടേ ഭക്തവത്സലൻ എന്നാക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡോക്ടറെ. ഡോക്ടർ ഇത് കേട്ടല്ലേ? അതാണ് ഇവിടത്തെ അവസ്ഥ. ഞാൻ എങ്ങനെ ഈ ജന്മത്തിനെ മാറ്റിയെടുക്കും? എനിക്കറിഞ്ഞൂടാ. അതല്ല, ഇദ്ദേഹത്തിന്റെ ബോധ മനസ്സിനെയും അബോധ മനസ്സിനെയും നമുക്ക് ഉണർത്തേണ്ടി വരും. എന്നിട്ട് അതിലൂടെ സഞ്ചരിക്കണം. കാരണങ്ങൾ തേടി അറിയേണ്ടി വരും, ഒരു ഭ്രാന്തനെ പോലും. ഡോക്ടർ ഏത് കിറങ്ങുള്ള വഴി കൂടാലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ ഭർത്താവ് ഒന്ന് പണിക്ക് പോയി കിട്ടിയാ മതി. എന്താ ശാന്ത പണിക്ക് പോവാത്തത്? ഇത്രയും പ്രായമൊക്കെ ആയില്ലയോ? ഡോക്ടറെ, ഈ ലോകത്ത് നാം എല്ലാം തുല്യരാണ്. അപ്പോൾ പ്രതിഫലത്തിനായി ജോലി ചെയ്യുന്നത് തെറ്റല്ലേ ഡോക്ടറെ? നടക്കണ്. അതെ, ഇങ്ങർക്ക് എന്നായിരുന്നു പണി? KSRTC താൽക്കാലിക ജീവനക്കാരനായിട്ടായിരുന്നു. ഓഹോ, ഇപ്പോഴാണ് മനസ്സിലായേട്ടാ. അതെ, എനിക്ക് ദൈവത്തെ ഉൾക്കൊള്ളാനുള്ള നേരമായിരിക്കുന്നു. ഫോൺ എടുത്തില്ല. പോയി ഉൾക്കൊണ്ടിരുന്നോ? ഡോക്ടറെ, ഡോക്ടർ ഇതൊക്കെ കണ്ടിട്ട് എന്തൊരു തോന്നണ്? ഒന്ന് ഇറക്കേണ്ടി വരും. അതല്ലെന്ന് അദ്ദേഹത്തെ ഒന്ന് ഉറക്കേണ്ടി വരൂന്ന്. ഡോക്ടറെ, ഡോക്ടർ എന്തൊക്കെ ചെയ്ത് ഉറക്കിയാലും അയാൾ ഉറങ്ങൂല കേട്ടാ. കാരണമേ അയാൾ കൂടുതലും പോയിരിക്കണ നൈറ്റ് ഡ്യൂട്ടിക്കാണ്. എന്നാ പിന്നെ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. അതല്ല, ഹിപ്നോട്ടിസം ചെയ്തുറക്കുന്ന കാര്യമാണ് ഈ ഞാൻ പറഞ്ഞത്. അതൊക്കെ പോട്ട് ഭാര്യ എങ്ങനെയാണോ ഭർത്താവിന് ഉറക്കണത് കാണിച്ചു തരട്ടാ. ഈ പാട്ട് പാടിയാണ് സാറേ ഉറക്കണത്. പെട്ടെന്ന് ഉറങ്ങും കേട്ടാ. ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ പരിസരത്തുള്ള ആരും ഉറങ്ങത്തില്ലല്ലേ? ഇല്ല, പറഞ്ഞോ. ഡോക്ടർ എന്തൊക്കെ ചെയ്ത് ഉറക്കിയാലും ഉണ്ടല്ലേ, സ്വപ്നത്തിലെങ്ങാലും അയാൾ ഹെയർ പിൻ വളവ് കണ്ടോ ഒപ്പച്ചാടി എണിക്കും. ഇതൊരു പ്രത്യേകതരം മാനസിക വിഭ്രാന്തിയാണ്. സൈക്യാട്രിയിൽ ഇതിനെ ഡ്യുവൽ പേഴ്സണാലിറ്റി അഥവാ ദ്വന്ദ്വ വ്യക്തിത്വം എന്നൊക്കെ പറയും. ഡോക്ടറെ, ഇയാളെ ഈ ഒരു അസുഖം കാരണം എനിക്കിപ്പോ എന്റെ തലയിൽ ഹെയർ പിൻ കുത്താൻ പറ്റാത്ത അവസ്ഥയായി. എങ്ങാലും ഞാൻ കുത്തിയ അപ്പ വെട്ടിച്ചിട്ടിട്ട് പോയി കളയും. ശാന്തന്റെ ജോലിക്കിടയിലുണ്ടായ ഒരു ആക്സിഡന്റ് മൂലമാകാം ശാന്തന്റെ മനസ്സ് കൈവിട്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ കാരണം കണ്ടെത്തി അതിന്റെ പേരോട് പിടിതെടുത്തില്ലെങ്കിൽ KSRTCക്ക് ഒരു എംപയറിൽ ജീവനക്കാരനെ നഷ്ടപ്പെടും. അപ്പൊ എനിക്കാ? നിങ്ങൾക്ക് ഭർത്താവ് പോയാൽ വേറെ ഭർത്താവിനെങ്കിലും കിട്ടും. പക്ഷെ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യണ ഒരു ഡ്രൈവറിനെ KSRTCക്ക് വേറെ കിട്ടില്ല. എനിക്ക് KSRTCയുടെ കൂടെയെങ്കിലും നിന്നേ പറ്റൂ. എന്തായാലും അപകടം നടന്ന ദിവസം വരെ ശാന്തൻ ഈ അവസ്ഥയിൽ തന്നെ തുടരട്ടെ. അത് ഞാൻ മുഴുപ്പിരാന്തായി. പക്ഷേ എനിക്ക് KSRTCയെ രക്ഷിച്ചതേ പറ്റൂ. നഷ്ടത്തിലോടുന്ന KSRTCയെ രക്ഷിക്കാനായി ഞാൻ ഏത് അറ്റം വരെയും പോകും. ഡോക്ടർ, എടി ഇയാൾ ഇതുവരെയായിട്ട് പോയില്ലേ? ആർക്കറിയാം, പോയില്ല. ശാന്തം വന്നു. ശാന്തനെ ഞാൻ ഉറക്കാൻ പോവുകയാണ്. ശാന്ത അത്താഴ പൂജ കഴിഞ്ഞിട്ട് മതിയില്ലേ ഉറക്കം? അതൊന്നും പറ്റത്തില്ലടാവേ, എനിക്ക് പോയിട്ടേറെ പണിയുണ്ട് കേട്ടാ. എന്നാ ഉറക്കിക്കോ ഡോക്ടറെ. എന്നാ പിന്നെ വാ, ഇവിടെ ഇരിക്കണോ? ഇരുന്നല്ലോ. ശാന്ത, എന്ത് ശാന്ത? ഡോക്ടറെ, ശാന്തൻ ശാന്തമായി ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. ശാന്തൻ മെല്ലെ ശാന്തന്റെ കണ്ണുകൾ അടയ്ക്കൂ. ശാന്ത അടച്ച്. ശാന്തൻ ഇപ്പോൾ ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശാന്തൻ ഇപ്പോൾ പൂർണ്ണമായും നിദ്രയിലാണ്. എന്തിനാ ചെയ്യണത്? ടെസ്റ്റ് ചെയ്തതാക്കിയതാണ്. ഉറങ്ങി. ശാന്തൻ എന്താണ് ശാന്ത പണിക്ക് പോകാത്തത്? KSRTCയെ ലാഭത്തിലാക്കാൻ ഉറക്കമൊഴിഞ്ഞ് പണിയെടുക്കുന്നവരാണ് ഞങ്ങൾ എംപാനിൽ ജീവനക്കാർ. സ്ഥിരം ജോലിക്ക് പോകുന്നവർക്ക് ലീവ് എടുത്താലും ശമ്പളം കിട്ടും. പക്ഷേ ഞങ്ങളെ പോലെയുള്ളവർക്ക് ലീവും ഇല്ല, ശമ്പളവും ഇല്ല.